സിന്ദൂരരേഖ ഭാഗം 10. യു ക്യാൻ ടേക്ക് റെസ്റ്റ്. ഈ ബെഡ് യൂസ് ചെയ്തോളൂ. കട്ടിലിലേക്ക് ചൂണ്ടിക്കൊണ്ട് മനു പറഞ്ഞതും അമ്മാളു അവനെ നോക്കി തലയാട്ടിക്കൊണ്ട് മറുത്തൊന്നും പറയാതെ നേരെ കട്ടിലിലേക്ക് കയറിയിരുന്നു. കട്ടിലിലേക്ക് ഇരുന്നിട്ടും അവൾ മുറിയാകെ നോക്കിയിരിക്കുന്ന തിരക്കിൽ തന്നെയായിരുന്നു. ബീജ് നിറത്തിലുള്ള കർട്ടനുകളും ബെഡ്ഷീറ്റും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ള നിറത്തിലുള്ള പെയിന്റ് അടിച്ചിരിക്കുന്ന മുറിയിൽ ആ നിറത്തിലുള്ള കർട്ടൻ ഒരു പ്രത്യേക ഭംഗി തന്നെ നൽകുന്നുണ്ടായിരുന്നു. വാർഡ്രോബും ഈ കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മതിലിൽ 1-2 പെയിന്റിംഗ് ഫ്രെയിം ചെയ്ത് വെച്ച് തൂക്കിയിട്ടുണ്ട്. അത് അവൻ തന്നെ വരച്ചിരിക്കുന്ന പെയിന്റിംഗ് ആവും എന്ന് അമ്മാൾ ഊഹിച്ചിരുന്നു. പെട്ടെന്ന് അവളുടെ നോട്ടം മനുവിൻ്റെ നേർക്ക് എത്തി നിന്നു. അവൻ ഫോണിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം അവളോടൊന്നും മിണ്ടാതെ തന്നെ അവൻ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി പോവുകയും ചെയ്തു. പെട്ടെന്ന് അവൻ അങ്ങനെ ചെയ്യുന്നത് കണ്ടതും അവൾക്കത് ചെറിയ രീതിയിലൊരു വിഷമമായി. എങ്കിലും അവളൊന്നും മിണ്ടാൻ പോയില്ല. നല്ല രീതിയിൽ ഉറക്കം വരുന്നത് കൊണ്ട് തന്നെ അവൾ കട്ടിലിൻ്റെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരുന്ന് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ഉറക്കം അവളെ മാടി വിളിച്ചിരുന്നു. അത്യാവശ്യമായിട്ട് ഒരു ഫോൺ കോൾ വന്നതുകൊണ്ടാണ് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത്. അതിന് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം അകത്തേക്ക് കയറി വന്നപ്പോൾ അവൻ കാണുന്നത് അമ്മാളു കട്ടിലിൽ ഇരുന്നുറങ്ങുന്നതാണ്. അവളെ വെറുതെ ശല്യപ്പെടുത്താൻ നിൽക്കാതെ അവൻ അപ്പോൾ തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഇടത്തേക്ക് കയറിപ്പോയി. 7 മണിയായപ്പോഴേക്കും ഉണ്ണി അവൻ്റെ ഫോണിലേക്ക് വിളിച്ചപ്പോഴാണ് പിന്നീട് അവൻ അവിടെ നിന്ന് തിരിച്ചിറങ്ങിയത്. അത്രയും സമയം അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന സോഫയിൽ കിടന്നുറങ്ങുകയായിരുന്നു അവൻ. അവൻ മുറിയിലേക്ക് വന്ന് നോക്കിയപ്പോൾ അമ്മാളു ഇപ്പോഴും അതേ രീതിയിൽ ഇരുന്നുറങ്ങുക തന്നെയായിരുന്നു. അവളെ വിളിച്ചുണർത്തണം. അതവനെ സംബന്ധിച്ച് ഒരു ടാസ്ക് തന്നെയായിരുന്നു. എടോ, അവൻ അവളെ വെറുതെ വിളിച്ചു നോക്കി. അവൾ അത് അറിഞ്ഞത് കൂടിയില്ലെന്നാണ് അവന് തോന്നിയത്. എടോ, അവൻ അവളുടെ ഷോൾഡറിൽ പതിയെ ഒന്ന് തട്ടി. ഇത്തവണ അമ്മാളു ഒന്ന് പതിയെ കണ്ണ് ചെമ്മിക്കൊണ്ട് തുറന്നു. മുന്നിൽ അവനെ കണ്ടതും വീണ്ടും അടഞ്ഞു പോയിക്കൊണ്ടിരുന്ന കണ്ണുകൾ അവൾ ശക്തിയോടെ തന്നെ വലിച്ചു തുറന്നു. തൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള സമയമായി, വേഗം റെഡിയായി വരാൻ നോക്ക്. അത് പറഞ്ഞ് വാർഡ്രോബിൽ നിന്ന് ഇടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് മനു പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു. തൻ്റെ ഡ്രസ്സൊക്കെ ഇരിക്കുന്ന പെട്ടി അമ്മയുടെ റൂമിലാണെന്ന് ഓർത്തപ്പോൾ അധികം സമയം പാഴാക്കാതെ അമ്മാൾ വേഗം തന്നെ താഴെയുള്ള അമ്മയുടെ മുറിയിലേക്ക് നടന്നു. അപ്പോഴും അവിടെ ഇവിടെയായി ബന്ധുക്കളൊക്കെ ഇരിക്കുന്നുണ്ട്. അവളെ കണ്ട് പുഞ്ചിരിയോടെ എല്ലാവരും ഓരോ വിശേഷങ്ങളും തിരക്കുന്നുണ്ട്. ആരും കുത്തിയൊന്നും ചോദിക്കാതിരുന്നത് അവളെ സംബന്ധിച്ച ഒരു അനുഗ്രഹം തന്നെയായിരുന്നു. അമ്മയോട് ചോദിച്ചുകൊണ്ട് നേരെ അമ്മയുടെ മുറിയിലേക്ക് കയറി. സാരി തന്നെ ഉടുക്കണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അമ്മ ചുരിദാർ ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാവുമ്പോൾ യാത്ര ചെയ്യുമ്പോഴും അത്ര പ്രശ്നവും ബുദ്ധിമുട്ടൊന്നും തോന്നില്ലല്ലോ. അമ്മ കാണിച്ചു തന്ന ബാഗിൽ നിന്ന് തുറന്ന് ഒരു ചുരിദാർ കയ്യിലെടുത്തു. അതിൻ്റെ പ്രൈസ് ടാഗ് പോലും പൊട്ടിക്കാതെയാണ് മടക്കി വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് പ്രൈസ് ടാഗ് കിടക്കുന്നത് കണ്ടതും ശരിക്കും ഒരു മിഡിൽ ക്ലാസ് പെൺകുട്ടിയായി മാറുകയായിരുന്നു അമ്മാൾ അന്നേരം. ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അവൾ ആ പ്രൈസ് ടാഗ് ഒന്ന് എടുത്ത് നോക്കി. എടുത്തതേ അതുപോലെ തന്നെ അത് അവളുടെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീണു പോയിരുന്നു. 7850 രൂപ. അത് കണ്ടതും അവളുടെ കണ്ണുകളൊന്നും മെഴിഞ്ഞു പോയി. ഇത്രയും വലിയ ഡ്രസ്സൊന്നും തൻ്റെ ജീവിതത്തിൽ എടുത്തിട്ടില്ലെന്ന കാര്യം അമ്മാൾ അന്നേരം ചിന്തിച്ചു. എങ്കിലും അന്നേരം അതിനെക്കുറിച്ച് കൂടുതൽ സമയം ചിന്തിച്ച് കളയാനില്ലാത്തത് കൊണ്ട് തന്നെ വേഗം തന്നെ ഒന്ന് കുളിച്ചതിന് ശേഷം ചുരിദാറിട്ട് അമ്മാളു റെഡിയായി. കുളി കഴിഞ്ഞിറങ്ങി നനഞ്ഞ മുടിയൊന്ന് കൈകൊണ്ട് കോതിയിട്ടു. ശേഷം ചീർപ്പ് കൊണ്ട് ഈരി മുടിയൊന്ന് ശരിയാക്കി. നനഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ മുടി അഴിച്ചിട്ടു. ആഭരണങ്ങളൊക്കെ അഴിച്ച അമ്മയുടെ കയ്യിലാണ് കൊടുത്തത്. താലിമാല മാത്രമാണിപ്പോൾ കഴുത്തിലുള്ളത്. അങ്ങനെ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ വാതിലിൽ കൊട്ടിക്കൊണ്ട് അമ്മ വിളിക്കുന്നത് കേട്ടു. ഓടിപ്പോയി അവൾ വാതിൽ തുറന്നു കൊടുത്തു. അമ്മ ആഭരണങ്ങൾ അടങ്ങിയ ബാഗ് എടുത്ത് അവളുടെ നേരെ നീട്ടി. ഇത് മുഴുവൻ ഞാനിടണോ? അമ്മ അത് നീട്ടിയതും അവളുടെ മുഖം ഒന്ന് ചുളിഞ്ഞു. എൻ്റെ കുട്ടി ഇഷ്ടമുള്ളത് മാത്രം ഇട്ടാൽ മതി. ഇനിയിപ്പോൾ ഇതൊന്നും ഇടണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് കേട്ടതും അമ്മാളുവിൻ്റെ മുഖം ഒന്ന് വിടർന്നു. തൻ്റെ അമ്മയായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇത് മുഴുവൻ ഇട്ടിട്ട് പടിയിറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി കളയും. പുഞ്ചിരിയോടെ അവൾ അതോർത്തപ്പോൾ തന്നെ അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി തങ്ങി നിന്നിരുന്നു. അമ്മയുടെ കുട്ടി എന്തിനാ ചിരിക്കുന്നത്? അവൾ ചിരിക്കുന്നത് കണ്ടതും അമ്മ അവളോട് ചോദിച്ചു. അല്ല, ഇപ്പോൾ ഞാനിത് ചോദിക്കുന്നത് എൻ്റെ അമ്മയോടായിരുന്നെങ്കിൽ അമ്മ പറയും ഇത് മുഴുവൻ ഇട്ടിട്ട് ഈ പടിയിറങ്ങിയാൽ മതിയെന്ന്. ഇല്ലെങ്കിൽ അമ്മ പ്രശ്നം ഉണ്ടാക്കി കളയും. ചിരിയോടെ പറയുന്നത് കേട്ടതും അമ്മയും ചിരിച്ചു പോയിരുന്നു. അവളോട് ഏതൊക്കെ ആഭരണം വേണമെന്ന് ചോദിച്ച് അവൾ പറയുന്നത് മാത്രം അവളുടെ കയ്യിലേക്ക് എടുത്തു കൊടുത്തു. ബാക്കിയുള്ളത് അലമാരിയിലേക്ക് വെച്ചേക്കാൻ അമ്മാൾ തന്നെയാണ് അമ്മയോട് പറഞ്ഞത്. ഒരു കുഞ്ഞു നെക്ലസ്, കമ്മൽ, 2 മോതിരം, 2 വള, കൊലുസ്, ഒരുപാട് ആഭരണങ്ങളുടെയൊക്കെ ഇടയിൽ നിന്ന് അത് മാത്രമാണ് അവൾ തിരഞ്ഞെടുത്തത്. വേഗം തന്നെ ഒരുങ്ങിയിറങ്ങിയിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാവരുടെയും കണ്ണുകൾ അമ്മാളുവിൽ തന്നെ വന്ന് നിന്നിരുന്നു. കല്യാണം കഴിഞ്ഞ ദിവസമെങ്കിലും അല്പം സിന്ദൂർ ആ നെറ്റിയിലിടായിരുന്നു. ബന്ധുക്കൾ എല്ലാവരും കൂട്ടത്തോടെ ഇരിക്കുന്നതിനിടയിൽ നിന്ന് ഏതോ ഒരു പെണ്ണ് അത് ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പോഴാണ് അമ്മാളു അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് തന്നെ. അവൾ ഞെട്ടലോടെയാണ് അമ്മയെ തിരിഞ്ഞു നോക്കിയത്. പക്ഷേ അമ്മയ്ക്കത് കേട്ടതായിട്ടുള്ള ഭാവം പോലും ഇല്ല.
അതൊന്നും സാരമില്ല എൻ്റെ സുധേ, ഒരു സിന്ദൂരത്തിലൊക്കെ ഇപ്പോൾ എന്തിരിക്കുന്നു. അമ്മ അതത്ര വലിയ കാര്യമല്ലാത്ത രീതിയിൽ തള്ളിക്കളയും പോലെ അങ്ങ് പറഞ്ഞു. എങ്കിലും അതല്ല ശ്രീമോളെ, ഇന്നിപ്പോൾ അങ്ങോട്ട് പോകുന്നതൊക്കെയല്ലേ, കുറച്ച് സിന്ദൂരം നെറ്റിയിൽ തൊടാം. കൂട്ടത്തിൽ മറ്റൊരു ചേച്ചിയും കൂടി പറഞ്ഞതും അമ്മ അത് വേണമെന്ന രീതിയിൽ അമ്മാളുവിനെ നോക്കി. ശരിക്കു പറഞ്ഞാൽ അത് അവൾ ഇടാൻ മറന്നുപോയതാണ്, അല്ലാതെ മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ച് ചെയ്തതല്ല. അതുകൊണ്ട് തന്നെ അവൾ അമ്മയെ നോക്കി അത് വേണമെന്ന രീതിയിൽ തന്നെ തലയാട്ടി. കുങ്കുമൊക്കെ ആ പൂജാമുറിയിൽ ഇരിക്കുന്നുണ്ടാവും, മോള് പോയി അതിന്ന് എടുത്തിട്. അമ്മ പറഞ്ഞതും അമ്മാള് തലയാട്ടി സമ്മതിച്ചുകൊണ്ട് പൂജാമുറിയിൽ പോയി സിന്ദൂരം എടുത്ത് സിന്ദൂരരേഖയിൽ നീട്ടി വരച്ചു. സിന്ദൂരം തൊട്ട് കഴിഞ്ഞ് തിരിഞ്ഞതും നേരെ നോക്കിയത് മനുവിനെ ആയിരുന്നു. മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് വഴി മനുവും അവളെ തന്നെയായിരുന്നു നോക്കിയത്. ഇനി എന്തായാലും അധികം വൈകാൻ നിൽക്കണ്ട, ഇപ്പൊ തന്നെ നല്ല രീതിയിൽ ഇരുട്ടായി തുടങ്ങി, വേഗം തന്നെ പോകാൻ നോക്കിക്കോളൂ രണ്ടുപേരും. അമ്മ ധൃതി പിടിച്ചതും കൂടുതൽ സമയം അവിടെ നിന്ന് വെറുതെ സമയം പാഴാക്കി കളയാതെ രണ്ടുപേരും വേഗം അവളുടെ വീട്ടിലേക്ക് ഇറങ്ങി. കാറിനുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഇനി അങ്ങോട്ട് മൂകതയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കി മനു വേഗം തന്നെ റേഡിയോ ഓണാക്കി. തൻ്റെ അരികിലായിരിക്കുന്നവളിലേക്ക് അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. എങ്കിലും അതത്ര താല്പര്യമുള്ള രീതിയിലായിരുന്നില്ല എന്നത് മറ്റൊരു സത്യം. അമ്മാളും ഒന്നും മിണ്ടാതെ നിശബ്ദയായിരുന്ന് പുറത്തെ കാഴ്ചകൾ കാണുന്ന തിരക്കിലായിരുന്നു. പുറത്തെ കാഴ്ചകൾ കണ്ട് വണ്ടിയിലെ പാട്ടും കേട്ട് അങ്ങനെ ഇരുന്നപ്പോൾ അറിയാതെ തന്നെ അവൾ ഉറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. ഇടയ്ക്കെപ്പോഴോ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ മനു അവളെ നോക്കിയപ്പോൾ കാണുന്നത് നല്ല രീതിയിൽ ഉറങ്ങുന്നതാണ്. ഇതെന്താ ഉറങ്ങാൻ മാത്രമുള്ള ജന്മാണോവോ? പെട്ടെന്ന് അവൾ വീണ്ടും ഉറങ്ങുന്നത് കണ്ടതും മനു അങ്ങനെയാണ് ഒരു നിമിഷം കൊണ്ട് ചിന്തിച്ചത്. അവളെന്തായാലും ഉറങ്ങുകയായതുകൊണ്ട് പിന്നീട് അവളെ നോക്കാൻ നിൽക്കാതെ മനു ഡ്രൈവ് ചെയ്യുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അവളുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവിടെ കുറച്ച് ആളുകളൊക്കെ ഇപ്പോഴും അവിടെ ഇവിടെയായി നിൽക്കുന്നുണ്ട്. എല്ലാവരും ഇവർ വരുന്നതും പ്രതീക്ഷിച്ച് നിൽക്കുകയാണെന്ന് മനുവിന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. വണ്ടി ഒരരികിലേക്ക് പാർക്ക് ചെയ്ത് നിർത്തി. അപ്പോഴും കോ ഡ്രൈവർ സീറ്റിലിരുന്ന് സംസ്കൃതി നല്ല രീതിയിൽ ഉറക്കം തന്നെയായിരുന്നു. വീടെത്തി, മനു അല്പം ശബ്ദത്തിൽ തന്നെ അവളോട് പറയുന്ന രീതിയിൽ പറഞ്ഞു. പെട്ടെന്ന് ഗാംഭീര്യമുള്ളൊരു ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ വെട്ടിത്തുറന്നു. മുന്നിലേക്ക് നോക്കി വീണ്ടും ഒന്ന് കണ്ണു ചിമ്മി തുറന്നപ്പോഴാണ് അവൾക്ക് വീടെത്തിയെന്ന് മനസ്സിലായത്. മനുവിനെ നോക്കിയപ്പോൾ അവൻ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അത് കണ്ട് അവളും വേഗം തന്നെ കോ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി. അവരെത്തിയത് കണ്ട് അച്ഛനും അമ്മയും അപ്പുവും ഒക്കെ അവരുടെ അടുത്തേക്ക് ഓടിയെത്തി. വരാൻ വൈകിയപ്പോൾ ഇപ്പോൾ അങ്ങോട്ട് വിളിക്കാമെന്ന് കരുതിയിരിക്കുമായിരുന്നു ഞങ്ങൾ. അച്ഛൻ പറഞ്ഞതും മനു അയാളെ നോക്കി ഒന്ന് ചിരിച്ചു. വരുന്ന വഴി യാത്രയൊന്നും കുഴപ്പമൊന്നും ഇല്ലായിരുന്നില്ലല്ലോ അല്ലേ? അച്ഛൻ ചോദിച്ചതും മനു ഇല്ലെന്ന് പറഞ്ഞു. രാത്രി സമയമായതുകൊണ്ട് തന്നെ കൂടുതൽ നേരം അവരെ പുറത്തു നിർത്തി ബുദ്ധിമുട്ടിക്കാതെ വേഗം തന്നെ അകത്തേക്ക് കയറ്റിയിരുത്താനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു. അവിടെയും അമ്മ ആരതിയൊക്കെ ഒഴിഞ്ഞതിന് ശേഷമാണ് മനുവിനെയും അമ്മാളുവിനെയും വീടിനകത്തേക്ക് കയറ്റിയത്. രണ്ടുപേർക്കും മധുരത്തിനായി പായസമൊക്കെ കൊടുക്കുകയും ചെയ്തു. അച്ഛൻ്റെ ഒന്ന് രണ്ട് ബന്ധുക്കളൊക്കെ വന്ന് മനുവിനെ പരിചയപ്പെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. വൈകുന്നേരമായപ്പോൾ ഏറ്റവും അടുത്തുള്ള ഒന്ന് രണ്ട് ബന്ധുക്കൾ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ബാക്കിയുള്ളവരുടെ എല്ലാം വീട് അടുത്ത് തന്നെ ആയതുകൊണ്ട് അവർ പോവുകയും ചെയ്തു. ഇന്ന് തന്നെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞതാണ്, എന്നിട്ട് പോകാൻ നേരം കരഞ്ഞിരിക്കുന്നു, പൊട്ടിപ്പെണ്ണ്. എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അച്ഛൻ അമ്മാളുവിനെ കളിയാക്കി. അച്ഛാ, അവൾ അച്ഛനെ ചിണുങ്ങിക്കൊണ്ട് വിളിച്ചു. മനു ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിലും വലിയ മൈൻഡൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഫോണിൽ എന്തൊക്കെയോ കാര്യമായ കാര്യങ്ങൾ ചെയ്യുകയാണെന്ന രീതിയിൽ അതിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു അവൻ. ഏട്ടൻ എന്താ ജോലി? പെട്ടെന്നാണ് അവൻ്റെ അരികിലേക്ക് വന്നിരുന്നുകൊണ്ട് അപ്പു അവനോട് ആ ചോദ്യം ചോദിച്ചത്. ബാക്കിയുള്ള എല്ലാവരും കൂടി ചേർന്നിരുന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിക്കുന്ന തിരക്കിലാണ്. അതിനിടയിൽ ഒറ്റയ്ക്കിരിക്കുന്ന തനിക്കടുത്തേക്ക് വന്നിരുന്നു കൊണ്ടാണ് അപ്പു അത് ചോദിച്ചത്. അവൻ്റെ നിഷ്കളങ്കമായ ചോദ്യവും അതിനനുസരിച്ചുള്ള മുഖഭാവവും കണ്ട് മനുവിന് അവനിൽ നിന്ന് മുഖം തിരിക്കാൻ തോന്നിയില്ല. ഞാൻ ഡോക്ടറാണ്. ആണല്ലേ? അപ്പോൾ അച്ഛനൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ ഏട്ടൻ നന്നായിട്ട് പടമൊക്കെ വരക്കുമെന്ന്. അതുകൊണ്ട് ഒരു ദിവസം എന്നെ വരച്ചു തരണം കേട്ടോ. വലിയ എന്തോ കാര്യം പറയുന്നത് പോലെ അപ്പു അവനോട് ചോദിച്ചതും പുഞ്ചിരിയോടെ അതിന് സമ്മതം എന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് മനു അവൻ്റെ തലയിലൊന്ന് തലോടി. കുറച്ചു സമയം കൂടി കഴിഞ്ഞതും എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനെടുത്തു. അച്ഛനും മനുവും അമ്മാളും അപ്പുവും ആദ്യം ഇരുന്നു. അമ്മയുടെ ചേച്ചിയും അവരുടെ കുട്ടികളും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അമ്മ അവരുടെയൊക്കെ കൂടിയിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് മാറി നിന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇരുവരും ഒരുപാട് സമയം യാത്രയൊക്കെ ചെയ്ത് ആകെ ക്ഷീണിച്ചിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് വേഗം തന്നെ കിടക്കാൻ പറഞ്ഞ രണ്ടുപേരെയും കൂടി മുറിയിലേക്ക് പറഞ്ഞു വിട്ടു. മുറിയിലേക്ക് പൊക്കോ, അമ്മാളുവിനെ ഇപ്പോൾ വിടാൻ കേട്ടോ. അമ്മ അങ്ങനെ പറഞ്ഞതും മനു അതിന് എതിർത്തൊന്നും പറയാതെ തലയാട്ടി സമ്മതിച്ചുകൊണ്ട് അവന് കാണിച്ചു കൊടുത്ത മുറിയിലേക്ക് കയറി. എൻ്റെ മുറിയിൽ ഞാനൊരു പുതിയ സെറ്റ് മുണ്ട് വാങ്ങി വെച്ചിട്ടുണ്ട്, വേഗം പോയി അതെടുത്ത് കൊടുക്കാൻ നോക്കി അമ്മാളു. മനു അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ അവൾക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു. അമ്മാളു ആണെങ്കിൽ അമ്മയെ അയ്യേ എന്ന രീതിയിലാണ് അത് കേട്ടപ്പോൾ നോക്കിയത്.
എൻ്റെ പൊന്നമ്മ, അമ്മ ഇത് ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഈ പാതിരാത്രി തിരുവാതിര വേഷം കെട്ടി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അമ്മ പറഞ്ഞത് ഇഷ്ടപ്പെടാത്ത രീതിയിൽ അവൾ മുഖം ചുളിച്ചുകൊണ്ട് അല്പം ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. അമ്മാളു, വെറുതെ വാശി പിടിക്കരുത്. ഇതൊക്കെ ആചാരങ്ങളാണ്, അതെല്ലാം കൃത്യമായിട്ട് ചെയ്യേണ്ടതുണ്ട്. എന്താചാരം? ഇത് ഉടുത്തില്ലെങ്കിൽ എന്താ ഇപ്പൊ കുഴപ്പം? വിട്ടുകൊടുക്കാൻ ഭാവമില്ലാത്തതുപോലെ അമ്മാളു വീണ്ടും അമ്മയോട് ചോദിച്ചു. എന്താ എന്താ ഇവിടെ പ്രശ്നം? ഈ രാത്രി അമ്മയും മോളും കൂടി എന്തിനാ ഇങ്ങനെ വഴക്ക് കൂടുന്നത്? ഇത്രയും ആയില്ലേ? ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ രണ്ടുപേർക്കും? അച്ഛാ, ഇത് കണ്ടോ ഈ അമ്മ പറയുന്നത്? എന്നോട് ഈ പാതിരാത്രി സെറ്റും മുണ്ട് കൊടുത്ത് മുറിയിലേക്ക് പോയാൽ മതി എന്ന് അമ്മ പറയുന്നത്. അത് കേട്ടതും അതെന്തിനാണെന്ന രീതിയിൽ അച്ഛൻ അമ്മയെ നോക്കി. രാമേട്ട, ആദ്യരാത്രിയിൽ സ്ത്രീകളെ സെറ്റും മുണ്ടെടുത്ത് കയ്യിൽ പാലുമായിട്ടല്ലേ മുറിയിലേക്ക് കയറി ചെല്ലുന്നത്? ഇവളോട് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവുന്നില്ല. ഇനി ഇതിന്റെ കൂടെ പാലും ഉണ്ടോ? അമ്മാളും മുഖം ചുളിച്ചു. എന്റെ പൊന്നു സുധേ, അവൾക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്തിനാ നിർബന്ധിച്ച് ഇതൊക്കെ ചെയ്യിക്കുന്നത്? വേണ്ടെങ്കിൽ വേണ്ട, മോള് മുറിയിലേക്ക് പോകാൻ നോക്ക്. വെറുതെ ആവശ്യമില്ലാത്ത ഓരോ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. അതത്ര താല്പര്യമില്ലാത്ത മട്ടിൽ അച്ഛനും പറഞ്ഞതും അമ്മാളും അയാളെ നോക്കി ചിരിച്ചുകൊണ്ട് ഓക്കെ എന്നൊക്കെ കാണിച്ച് നേരെ മുറിയിലേക്ക് നടന്നു. അച്ഛനും കണക്കാ, മോളും കണക്കാ. രണ്ടുപേർക്കും അനുസരണം തൊട്ട് തീണ്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഈ വേഷത്തിൽ കയറി ചെല്ലുമ്പോൾ ആ ചെറുക്കൻ എന്ത് കരുതൂന്നാവും എൻ്റെ ഭഗവാനെ. രണ്ടുപേരുടെയും പ്രവൃത്തി ഇഷ്ടമല്ലാത്ത രീതിയിൽ ഓരോന്നൊക്കെ പിറുപിറുത്തുകൊണ്ട് അമ്മ അടുക്കളയിലേക്ക് നടന്നു. അമ്മയോട് വലിയ കാര്യത്തിൽ തർക്കുത്തരമൊക്കെ പറഞ്ഞ് ചാടിത്തുള്ളി മുറിയുടെ അടുത്തേക്ക് വന്നുവെങ്കിലും അകത്ത് അവനുണ്ടല്ലോ എന്ന കാര്യം ആലോചിച്ചപ്പോൾ ചെറിയ രീതിയിലൊരു ടെൻഷൻ അവളെ പിടികൂടാൻ തുടങ്ങിയിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടും അതിനുശേഷം ഇത്ര സമയമായിട്ടും രണ്ടുപേരും മനസ്സറിഞ്ഞൊന്നും സംസാരിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ടെൻഷൻ അവളിൽ അപ്പോഴും ബാക്കി നിൽക്കുന്നുണ്ടായിരുന്നു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാം. ബൈ.